ഇന്ന് ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ദിവസം. മറന്നുപോയവരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ, മറന്നുവെന്ന് നടിക്കുന്നവരെ നമ്മൾ മറന്നിട്ടില്ല എന്നൊന്ന് ഉറക്കെ ധരിപ്പിക്കാൻ, വെല്ലുവിളികൾ തീർന്നിട്ടില്ല എന്ന് ഹിന്ദു സമൂഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ, അന്നത്തെ ഓർമ്മകളിലേക്ക് വേഗം ഞാൻ ചോദ്യം നീട്ടുന്നില്ല. ശ്രീവത്സൻ തിലകേരി, സ്വാഗതം. 2018 സുപ്രീം കോടതി വിധി, ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് അനുവാദം നൽകിക്കൊണ്ടുള്ള വിധി വന്നതിന് ശേഷം സ്തംഭിച്ചു പോയ ലോകത്തെമ്പാടുമുള്ള സനാതന ധർമ്മവിശ്വാസികൾക്ക്, അയ്യപ്പ ധർമ്മവിശ്വാസികൾക്ക് ആത്മവിശ്വാസം നൽകിയ, പ്രചോദനമേകിയ ഒരു വലിയ ഭക്തജന മുന്നേറ്റമായിരുന്നു ഒക്ടോബർ മാസം 2-ാം തീയതി ഇന്നത്തെ ദിവസം പന്തളത്ത് നടന്ന നാമജപ ഘോഷയാത്ര. ഹിന്ദുക്കൾക്ക് നേരെ, വിശ്വാസികൾക്ക് നേരെ എന്തുമാകാമെന്ന ഭരണകൂടത്തിൻ്റെ ധാർഷ്ട്യത്തിന് കേരളത്തിലെ ഹിന്ദു സമൂഹം നൽകിയ തിരുത്തായിരുന്നു. ആ തിരുത്തിൻ്റെ തുടക്കമായിരുന്നു പന്തളത്ത് നടന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ, വീടുകളിൽ നിന്ന് ഇറങ്ങിയ 10,000-കണക്കിന് അമ്മമാർ, എല്ലാ വ്യത്യാസങ്ങൾക്കുപരിയായി അയ്യപ്പൻ്റെ പേരിൽ, അയ്യപ്പൻ്റെ ജന്മഭൂമിയിൽ ഒരുമിച്ച് കൂടി ആ നാമജപ ഘോഷയാത്ര നടത്തിയപ്പോൾ തളർന്നു കിടന്ന പാർത്ഥന് ഭഗവാന്റെ ഗീതോപദേശം എങ്ങനെയാണോ മൃതസഞ്ജീവനെ പോലെ പ്രചോദനാത്മകമായത്, ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികൾക്ക് ആവേശവും പ്രതീക്ഷയും പ്രത്യാശയും നൽകിയതായിരുന്നു ഈ നാമജപ ഘോഷയാത്ര നൽകിയ ഊർജം. അതിൻ്റെ വാർഷിക ദിനത്തിൽ ഇത്തരമൊരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചത് വളരെ അഭിനന്ദനാർഹമാണ്. തീർച്ചയായും കേരളത്തിലെ ഭരണക്കാർക്ക്, സർക്കാരിനെ നയിക്കുന്നവർക്കൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു അതുവരെ, സംഘടിത മതങ്ങൾക്ക് മാത്രമേ ഇവിടെ, അവരുടെ ശബ്ദത്തിന് മാത്രമേ വിലയുള്ളൂ, സെമിറ്റിക് മതത്തിൻ്റെയും സംഘടിത മതത്തിൻ്റെയും ഭീഷണിക്ക് മുമ്പിൽ മാത്രമേ തങ്ങൾ കീഴടങ്ങേണ്ടതുള്ളൂ എന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. ഹിന്ദുവിനെ ആണെങ്കിൽ ആർക്കും എന്തും ചെയ്യാം, എന്താക്ഷേപിക്കാം എന്നായിരുന്നു ചിന്ത. പക്ഷേ അങ്ങനെയല്ലെന്ന് കേരളത്തിലെ ഭരണകൂടത്തിന്, വിശേഷിച്ച് അവിശ്വാസികളായ, അധർമ്മികളായ മാർക്സിസ്റ്റ് നരാധവന്മാർ നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഭരണകൂടത്തിന് കാണിച്ചു കൊടുത്ത ഒരു വലിയ പ്രക്ഷോഭമായിരുന്നു ശബരിമല വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭം. അതിൽ അതുവരെയുള്ള ഒരു ഹിന്ദുവിനെയല്ല, ഹിന്ദുവിൻ്റെ മുഖമല്ല, ഹിന്ദുവിൻ്റെ പോരാട്ട വീര്യമല്ല, ഹിന്ദുവിൻ്റെ ഐക്യമല്ല ആ നാളുകളിൽ ലോകം ദർശിച്ചത്. നിശ്ചയമായും ആ ഊർജപ്രവാഹം, ആ ഐക്യം അതുണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു ദൃശ്യമാധ്യമം എന്നുള്ള നിലയിൽ അനിതര സാധാരണമായ, അവിശ്വസനീയമായ പങ്കാണ്, നേതൃത്വമാണ് ജനൻ TV ഭക്തർക്കൊപ്പം എന്ന പ്രഖ്യാപനവുമായി നിർവഹിച്ചത് എന്നത് പ്രളയകാലം വരെ കേരളത്തിലെ ഹിന്ദു സമൂഹം ഓർക്കുന്ന, നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശബരിമലയിൽ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചില ആളുകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാം എന്ന് കരുതി പലയിടത്തു നിന്നായി കൊണ്ടുവന്ന അവിശ്വാസികളായ ആൾക്കാരെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ കണ്ണിൽ എണ്ണൊഴിച്ച് രാപ്പകൽ കാവൽ നിൽക്കുകയായിരുന്നു ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ധർമ്മവിശ്വാസികൾ. വാസ്തവത്തിൽ ആ കാലഘട്ടം കേരളത്തിലെ ഹിന്ദുത്വാഭിമാനികളെല്ലാം സംബന്ധിച്ചിടത്തോളം, അയ്യപ്പ വിശ്വാസികളെല്ലാം സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ദിവസങ്ങളാണെന്ന് മാത്രമല്ല, കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ ഐക്യത്തിൻ്റെ, പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ടുന്ന ഒട്ടനവധി സുമുഹൂർത്തങ്ങൾ പകർന്ന് നൽകിയ ആവേശദായകമായ കാലഘട്ടമായിരുന്നു ശബരിമല പ്രക്ഷോഭത്തിൻ്റെ കാലഘട്ടം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവസാനം തങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ശബരിമലയിൽ നടത്തിച്ചുകൊണ്ട് ഈ വിശ്വാസത്തെ തകർക്കാം എന്ന് കരുതിയ ഭരണകൂടത്തിന് വിശ്വാസികളുടെ ഒരുമിച്ചുള്ള മുന്നേറ്റത്തിന് മുമ്പിൽ സമ്പൂർണമായി സുല്ലിട്ട് നിൽക്കേണ്ടി വന്ന, കീഴടങ്ങേണ്ടി വന്ന ഒന്നായി അയ്യപ്പൻ്റെ അനുഗ്രഹത്തോടുകൂടി ആ പ്രക്ഷോഭത്തിൻ്റെ വിജയം എന്നതും നമുക്ക് കാണാതിരുന്നുകൂടാ.